ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിൽ വിചിത്രവാദങ്ങളുമായി സെൻസർ ബോർഡ്. ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണെന്നാണ് സെൻസർ ബോർഡിന്റെ വാദം. രാമായണം ഉദ്ധരിച്ചാണ് എതിർ സത്യവാങ്മൂലം. സീതയുടെ പേരിലുള്ള കഥാപാത്രത്തെ ഇത്തരത്തിൽ സിനിമയിൽ വിസ്തരിക്കാൻ പാടില്ല. മതസൗഹാർദ്ദം തകർക്കുന്നതിന് ഈ രംഗം കാരണമാകും. മതവികാരത്തെ അപമാനിക്കുന്നതിലൂടെ ക്രമസമാധാനം തകർക്കാനാണ് ശ്രമമെന്നും സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. ശ്യാം ദേവരാജും ലേബി സജീന്ദ്രനും ചേരുകയാണ്. ശ്യാം, ഇപ്പോൾ വിചിത്രമായ വാദങ്ങൾ എന്നതിനപ്പുറം ആശങ്കപ്പെടുത്തുന്ന വാദങ്ങളായി കൂടി ഇപ്പോൾ വരുന്ന വിവരങ്ങളെ കാണേണ്ടതുണ്ട്. എന്താണ് ഇപ്പോൾ സെൻസർ ബോർഡ് പറയുന്നത്? സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ഉയർത്തുന്നതെന്നാണ്. അതിനൊപ്പം സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഈ സെൻസർ ബോർഡിന്റെ നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം, അത് ആ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത് കൂടി തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതിൽ സെൻസർ ബോർഡ് ഈ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ കോടതിയിൽ നേരത്തെ സെൻസർ ബോർഡ് സൂചിപ്പിച്ചിരുന്നത് ഒരു രംഗം കോടതിയിൽ ഈ ജാനകി എന്ന കഥാപാത്രത്തെ വിസ്തരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ വിസ്തരിക്കുന്ന രംഗം ഒഴിവാക്കണം എന്ന ആവശ്യമാണ് കോടതിയിൽ സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വിസ്തരിക്കുന്ന ഭാഗത്തെ സംബന്ധിച്ചാണ് സെൻസർ ബോർഡ് ഈ സത്യവാങ്മൂലത്തിൽ ഏറ്റവും പ്രധാനമായി എതിർപ്പ് ഉന്നയിക്കുന്നത്. ബലാത്സംഗത്തിന് ഇരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണ് എന്ന വലിയൊരു വിചിത്രമായ വാദം, ഒരുപക്ഷെ നമുക്ക് ദഹിക്കാത്ത ഉൾക്കൊള്ളാനാകാത്ത ഒരു വാദമാണ് സെൻസർ ബോർഡ് ഉന്നയിക്കുന്നത്. ജാനകി എന്ന കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ വിസ്താര വേളയിൽ ഇതര മതസ്ഥനായ അഭിഭാഷകൻ ഉന്നയിക്കുന്നുണ്ട് എന്ന കാര്യവും കൂടി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സെൻസർ ബോർഡ് പറയുന്നു. മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഈ രംഗം കാരണമാകും എന്നാണ് സെൻസർ ബോർഡ് ജാനകി എന്ന പേര് മാറ്റണം എന്ന കാര്യത്തിന് അടിസ്ഥാനമായി നേരത്തെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നതൊക്കെയും ചെയ്യുന്നത്. ജാനകി എന്ന പേര് സീതാദേവിയുടെ വിശുദ്ധമായ നാമമാണ്. മതവികാരത്തെ അപമാനിക്കുന്നതാണ് ഈ നിർമ്മാതാക്കളുടെ നടപടി. ഇതിലൂടെ ക്രമസമാധാനം, ഈ നാട്ടിലെ ക്രമസമാധാനം തകർക്കാനാണ് നിർമ്മാതാക്കളുടെ ശ്രമം. കാരണം ഇത് 5 ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഈ ചിത്രം പോകുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന കാര്യവും കൂടി ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ സെൻസർ ബോർഡ് പറയുകയും ചെയ്യുന്നുണ്ട്. സങ്കീർണമായ പ്രശ്നങ്ങൾ പണ്ടോറാസ് ബോക്സ് എന്നാണ് അതിൽ സെൻസർ ബോർഡ് തന്നെ ഇതിൽ ഈ സത്യവാങ്മൂലത്തിൽ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സിനിമയിലെ രംഗം, ഈ രംഗമെന്നാണ് സെൻസർ ബോർഡിന്റെ മറ്റൊരു വാദവും. വിചിത്രമായ വാദം. ഇത് അംഗീകരിച്ചാൽ തുടർന്നും ഇതുപോലെയുള്ള രംഗങ്ങൾ മറ്റ് സിനിമകളിലും തുടർന്നു വരുന്ന സിനിമകളിലും ആവർത്തിക്കും എന്ന വാദവും കൂടി സെൻസർ ബോർഡ് ഹൈക്കോടതി നൽകിയ